ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാലർ ഓഫ് NCC. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCC യെ കുറിച്ച് തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാനാണ്. അതായത് NCC സെലക്ഷൻ പ്രോസസ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് NCC യെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ആണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് NCC ഫുൾ ഫോമിൽ നിന്ന് തുടങ്ങാം. NCC ഫുൾ ഫോം നാഷണൽ കേഡറ്റ് കോർപ്സ്. അടുത്തത് NCC മോട്ടോ അഥവാ ആദർശവാക്യം. NCC മോട്ടോ എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ദിസ് മോട്ടോ വാസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1957 ഡിസംബർ 23. 1957 ഡിസംബർ 23 മുതലാണ് ഈ മോട്ടോ സജീവമായി തുടങ്ങിയത്. അടുത്തത് NCC ആക്ടിവേറ്റഡ് ഇൻ 1948 ജൂലൈ 15. 1948 ജൂലൈ 15 മുതലാണ് NCC സജീവമായി തുടങ്ങിയത്. അടുത്തതായി NCC ഡേ എന്ന് പറയുന്നത് നവംബർ ലാസ്റ്റ് സൺഡേ NCC ഡേ. അടുത്തതായിട്ട് NCCയുടെ ഫോർമേഷനിലേക്ക് നയിച്ച ഒരു ആക്ട് ഉണ്ട്. ദ ആക്ട് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് NCC. 1948 നാഷണൽ കേഡറ്റ് കോർപ്സ് ആക്ട് ആണ് NCCയുടെ ഫോർമേഷനിലേക്ക് നയിച്ചത്. The act that led to the formation of NCC 1948 National Cadet Corps Act. നമ്മൾ പറയാൻ പോകുന്നത് NCC ഫ്ലാഗിനെ കുറിച്ചാണ്. Which are the three colors that included in NCC flag? NCC ഫ്ലാഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 നിറങ്ങൾ ഏതൊക്കെയാണ്? Red, blue and light blue. The red color of NCC flag represents. NCC ഫ്ലാഗിലെ റെഡ് കളർ സൂചിപ്പിക്കുന്നത് ആർമി. The blue color of NCC flag indicates. NCC ഫ്ലാഗിലെ നീല നിറം സൂചിപ്പിക്കുന്നത് നേവി. ആൻഡ് ദ ലൈറ്റ് ബ്ലൂ കളർ ഓഫ് NCC ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് എയർഫോഴ്സ്. അപ്പോൾ റെഡ് കളർ ആർമി, ബ്ലൂ നേവി, ലൈറ്റ് ബ്ലൂ എയർഫോഴ്സ്. വാട്ട് ഡസ് ദ 17 ലോട്ടസസ് ഇൻ NCC ഫ്ലാഗ് റെപ്രസെൻറ്റ്സ്? NCC ഫ്ലാഗിലുള്ള 17 താമരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ 17 സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ്. വാട്ട് ഈസ് റിട്ടൺ അറ്റ് ദ ബോട്ടം ഓഫ് NCC ഫ്ലാഗ്? NCC ഫ്ലാഗിന്റെ ഏറ്റവും താഴെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? അത് NCC മോട്ടോ ആണ്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഇൻ വിച്ച് ഇയർ ഡസ് ദ NCC ട്രൈകളർ ഫ്ലാഗ് ഇൻട്രൊഡ്യൂസ്? ഏത് വർഷമാണ് NCC ത്രിവർണ്ണ പതാക ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? 1954 ഒഫീഷ്യൽ സോങ് ഓഫ് NCC എന്ന് പറയുന്നത് ഹംസബ് ഭാരതി ഹേ ആണ്. ഈ ഒഫീഷ്യൽ സോങ് ഓഫ് NCC is written by സുദർശൻ ഫാക്കിർ. ഈ ഒഫീഷ്യൽ സോങ് എഴുതപ്പെട്ടത് സുദർശൻ ഫാക്കിർ എന്ന ആളാണ്. അടുത്തതായി NCC ഒഫീഷ്യൽ സോങ് ഫോർമേഷൻ ഇയർ 1956. NCC ഒഫീഷ്യൽ സോങ് ഫോർമേഷൻ ഇയർ 1956. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ NCC ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ഹംസബ് ഭാരതി ഹേ ആണ്. ഈ ഒഫീഷ്യൽ സോങ് എഴുതിയത് സുദർശൻ ഫാക്കിർ ആണ്. ഈ NCC സോങ്ങിൻ്റെ ഫോർമേഷൻ ഇയർ എന്ന് പറയുന്നത് 1956 ആണ്. ഇനി NCC മെമ്പേഴ്സ് ആർ നോൺ ആസ്. NCC മെമ്പേഴ്സ് അറിയപ്പെടുന്നത് കേഡറ്റ്സ് എന്നാണ്. NCC കേരളത്തിൽ NCC ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള മാർച്ച് 1949. NCC കേരളത്തിൽ സജീവമായത് 1949 അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ സെക്ഷൻ. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCCയുടെ തന്നെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇത് NCCയുടെ സെലക്ഷൻ ടെസ്റ്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ NCCനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.